കോഴിക്കോട് തൊട്ടിൽ പാലം ചൂരണിയിൽ കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണ്. കാട്ടാന ശല്യത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധവും അവിടെ തുടരുന്നുണ്ട്. ഒരു വീടിന്റെ സമീപത്തുകൂടി കാട്ടാന ഓടിയത് അപകടകരമായ സാഹചര്യമാണ്. രാഹുൽ കെ വി നൽകും വിവരങ്ങൾ. രാഹുൽ, വലിയ രീതിയിലുള്ള ആശങ്ക നാട്ടുകാർക്കുണ്ട്. കാരണം വീടിന്റെ അടുത്തു വഴി പോയി അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതൊക്കെ നേരത്തെ നമ്മൾ നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് കേട്ടതാണ്. ഇപ്പോഴവിടെ ഒരു ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉയരുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും ഒരുപാട് ആളുകൾ ഇന്ന് കഷ്ടിച്ചാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. നാട്ടുകാരേതായാലും ഇപ്പോൾ ഈ മേഖലയിലേക്ക് വന്ന് സംഘടിച്ച് നിൽക്കുകയാണ്. കാരണം ഇരുട്ടാകാൻ പോവുകയാണ്. ഈ ആന ഇങ്ങനെ തന്നെ ഈ രാത്രി മേഖലയിൽ തുടർന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആനയെ പിടികൂടാൻ ഏതായാലും വനം വകുപ്പ് തീരുമാനിച്ചിരുന്നതാണ് മയക്കുവെടി വെച്ച് പിടികൂടാൻ. പക്ഷേ അതിനുള്ളൊരു അന്തിമ ഉത്തരവ് ഇതുവരെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അതിനുള്ളൊരു അമർഷവും പ്രതിഷേധവും ഒക്കെ തന്നെയാണ് നാട്ടുകാർക്കുള്ളത്. ഇതേപോലെ തന്നെ ഇവിടെ നിൽക്കാനാണോ തീരുമാനം? ഞങ്ങളിവിടെ നിൽക്കും. എത്രത്തോളം ഇതിനെ ഒരു നടപടി ഉണ്ടാകുന്നവരെ ഞങ്ങളിവിടെ തുടർന്ന് നിൽക്കും. അതിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ അത് ശക്തമായ തീരുമാനം തന്നെയാണ്. ഞങ്ങളുടെ ജനപ്രതിനിധികളും ഞങ്ങളിവിടെ ഉണ്ടായിരിക്കും. പിടിക്കും. ഇതിന്റെ തീരുമാനം എന്താണോ അതുവരെ ഞങ്ങളിവിടെ നിൽക്കാൻ തന്നെ തീരുമാനം. ചർച്ച തീരുമാനമാണ്. അതിന് മാറ്റമില്ല. വകുപ്പിന്റെ ടീമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പക്ഷേ ഇന്ന് കാലത്ത് 6:30 ഞങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്താണ്. ഇന്ന് നേരം വരെ എന്താണ് അവരുടെ പക്ഷത്തു നിന്ന് യാതൊരു ഒരു അധികാരികൾ ഇവിടെ എത്തിയതായിട്ട് കാണുന്നില്ല. ഞങ്ങൾ DFOനെ ബന്ധപ്പെട്ടിട്ടുണ്ട്, റേഞ്ചറെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ആരും ഈ സമയം വരെ, അതായത് 4 മണിക്കുള്ളിൽ ഇവിടെ എത്തുന്ന പറഞ്ഞിട്ട് ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് ഈ നേരം വരെ ആരും ഇവിടെ എത്തിയിട്ടില്ല. രാത്രിയായി കഴിഞ്ഞാൽ എന്താ ഞങ്ങൾ ഇതുപോലെ തന്നെ നിൽക്കും. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാൽ മാറി വരാം. രാത്രിയായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീടിനെ കഴിഞ്ഞാൽ സുരക്ഷിതം ഇവിടെയായിട്ടാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ ഏത് സമയത്ത് ആന വന്ന് വരയ്ക്കകത്ത് കയറുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് കാരണം ഞങ്ങൾക്കും ഞങ്ങളുടെ സ്വത്തിനും ഞങ്ങൾക്കും സുരക്ഷിതം വേണം, നിർബന്ധം. അതിനാരെ ഉത്തരവാദപ്പെട്ടവർ അത് തരണം. ഞങ്ങളുടെ വിഷമം അറിയുന്നില്ല അവര്. അതുകൊണ്ടാണ് അവർ വരാതെ. ഈ കുറ്റ്യാടിയുള്ള റേഞ്ചർക്ക് ഈ സമയമായിട്ട് ഇവിടെ വരാൻ പറ്റിയില്ലേ? 6:30 ആയപ്പം ഇവരെ അറിയിച്ചതാ. എന്താ ഇത്? മനുഷ്യർക്കൊരു വിലയില്ല. ഇവർക്കൊരു ആനക്കുഞ്ഞിന് നല്ല വിലയുണ്ടല്ലോ. അതേപോലെ ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്കെല്ലാം വേണം. എന്താ ഇത്? കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതേപോലെ തന്നെ ഞാനും എൻ്റെ മകനും കൂടെ വരുന്ന സമയത്താണ് ഫസ്റ്റ് ഇവിടെ ഈ ആനക്കുട്ടിയുടെ ആക്രമണം ഉണ്ടായത്. അതായത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തായിരുന്നു. ഞങ്ങളുടെ സ്കൂട്ടിക്ക് നേരെ പാഞ്ഞെടുത്ത് വന്നിട്ട് ഈ സ്കൂട്ടി എന്താ പറയണ്ടേ അതിനകത്ത് ഞാൻ മറിഞ്ഞു പോവുകയും സ്കൂട്ടി തകർത്ത് എന്താ പറയണ്ടേ അടിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യമായിരുന്നു. അന്ന് മുതൽ നമ്മൾ പ്രതിഷേധിക്കുന്നത്, അന്ന് ഫോറസ്റ്റിന് നേരെ പോവുകയും ചെയ്തു, പ്രതിഷേധം ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഈ സമയം വരെ എന്താ പറയണ്ടേ ഇതിന് യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. മനസ്സിലായി? കാരണം വെച്ചാൽ ഇന്ന് ഞാൻ എന്താ പറയണ്ടേ, ഞാൻ നികുതി അടച്ച് നിൽക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇന്ന് മറ്റൊരാളെ വീട്ടിലേക്ക് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള വലിയ പ്രതിഷേധത്തിന്റെ വാക്കുകളാണ് നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നത്.